ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? നമ്മുടെ മിസ്റ്റി ഗ്രീൻ ഹിൽസിലെ മിനിയൂട്ടിക്ക് അടുത്തുള്ള നമ്മൾ പണ്ട് ക്യാമ്പ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാട്ടോ ഇതുണ്ടോ? ഇതാണ് നമ്മുടെ മിസ്റ്റി ഗ്രീൻ ഹിൽസിലേക്ക് കയറി പോകുന്ന വഴി. അതായത് അരിമ്പ്ര മലേൻ്റെ ഒരു ഭാഗം, മിനിയൂട്ടി ഭാഗത്തുള്ള സ്ഥലം കേട്ടോ. നമ്മൾ പണ്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ അത്യാവശ്യം വൈറലായി, ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഒരു സ്ഥലമാണിത്. അവിടെ ഫീസ് വെക്കുകയും അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ തെരുവിളി ഞാനും കേട്ടു, ഇവരും കേട്ടു, അങ്ങനെ കുറേ സീനുണ്ടായ സ്ഥലമാണ്. അപ്പോൾ അതിന് കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഇപ്പോഴത്തെ അവിടെ നിന്നുള്ള വ്യൂ, ഇപ്പോൾ രാവിലെ സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഇത്രയും വണ്ടികളൊക്കെ ഇരിക്കുന്ന കാണാം. ഇതിൻ്റെ മുകളിലേക്ക് കുറേ പേര് കയറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടല്ലേ, അങ്ങോട്ട് കയറാനുള്ള വഴി ഇപ്പോൾ കല്ലിട്ട് അടച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മേലേക്ക്, ഇവിടുന്ന് ഒരു 200 മീറ്റർ മേലേക്ക് പോകണം. ഈ ഒരു ഭാഗത്താട്ടോ വ്യൂ, നമ്മുടെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി മേലേക്ക് കയറ്റാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്തിരുന്നു, ഞാൻ വരുന്നുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ പോവാം. എന്തായാലും ഹെൽമെറ്റ് സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് മേലേക്ക് നടന്ന് തന്നെ പോവാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അടിപൊളിയായിരിക്കും. നമ്മുടെ മലപ്പുറം കോഴിക്കോട് റോഡിൽ തന്നെ, മഞ്ചേരി കോഴിക്കോട് റോഡിലെ മുസ്ലിരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഉള്ളിലേക്കാണ് ഇങ്ങോട്ടുള്ള വഴി. അപ്പോൾ അന്ന് നമ്മൾ മുസ്ലിരങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ട് ഇവിടം വരെ ഓട്ടോയ്ക്ക് വന്നിട്ട് ഇതേപോലെ തന്നെ നടക്കുക തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വണ്ടിയുള്ള കൊണ്ട് വണ്ടിക്കാണ് വന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. എന്തായാലും നടക്കട്ടെ. ഒരു 200-250 മീറ്റർ നല്ല കയറ്റമുണ്ട്. എന്തായാലും രാവിലെ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. വണ്ടി ഓടിച്ച് വരുമ്പോൾ കണ്ണിലെന്തോ പോയിട്ടോ, അതുണ്ടോ കണ്ണുണ്ട് ചുമന്നിരിക്കുന്നത്. ഞാൻ വരുന്ന വഴിക്ക് ഇതിൻ്റെ മേലേക്ക് കയറിട്ടോ. നമ്മുടെ വഴി അതിലെയാണ്, അങ്ങോട്ടാട്ടോ. അതാണ് മലേൻ്റെ ടോപ്പ്. ഞാൻ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതുണ്ടോ, അടിപൊളിയല്ലേ? അവിടെ ആ വലിയ മല കാണാം. അത് ഊരക മലേൻ്റെ ഓരോ ഭാഗമാണെന്ന് തോന്നുന്നു. അതുപോലെ അവിടെ കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് വരുന്നവരൊക്കെ ഈ സൈഡൊക്കെ കാണാനും മറ്റു സൈഡിലേക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വ്യൂ കാണാം. അതുപോലെ തന്നെ കുറേ പേര് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇതിൻ്റെ ടോപ്പിലും മഞ്ഞും കോടയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വ്യൂ ആ സൈഡാണ്. അവിടെയൊക്കെ കോടയിൽ മൂടി കിടപ്പുണ്ട്. അടിപൊളി കാഴ്ചയായിരിക്കും എന്തായാലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴി. ഇതുണ്ടോ, അതാണ് ഏറ്റവും ടോപ്പ് ഭാഗം. ഇവിടെ കണ്ടോ ബിസ്മി തട്ടുകട എന്ന് പറഞ്ഞ് ചെറിയൊരു കടേൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ അന്ന് വരുമ്പോൾ ഒന്നും ഇതില്ല. ഇവിടെ ആൾക്കാർ കൂടിയപ്പോൾ ഉണ്ടാക്കിയതാവണം. എന്തൊക്കെ പറഞ്ഞാലും സ്ഥലം അടിപൊളിയാണ്. രാവിലത്തെ വ്യൂ ഒരു രക്ഷയുണ്ടാവില്ല. കാണിച്ചു തരാം. നമ്മൾ അന്ന് കണ്ടതാണ്, അതിലും കിടുവായിരിക്കും ഇന്ന്. താഴെ ഭാഗം ഫുള്ള് കോടയാണ്. കോടയിലിങ്ങനെ മൂടിയൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ലാൻഡിങ് ഒക്കെ കാണാനും പറ്റും. അപ്പോൾ നമ്മളിത് ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. അതായത് മഴ ചാറ ആരംഭിച്ചു. അതുപോലെ തന്നെ ആ ഒരു ഭാഗം കണ്ടോ മൊത്തം കോട കയറി കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് നല്ലപോലെ കോട വരുന്നുണ്ട് കണ്ടോ. നമ്മളെ വന്ന വഴിയും കാര്യങ്ങളൊക്കെ കോടയിലും മൂടി. അതുപോലെ തന്നെ ഇവിടെ പുതിയ രീതിയിലുള്ള നമ്മളന്ന് വന്നപ്പോൾ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രവേശനം അനുമതിയോട് കൂടെ മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സമയം രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ. രാവിലെ 6 മണി തൊട്ട് 8 മണി വരെയും വൈകുന്നേരം 3 to 5. അതുപോലെ തന്നെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് നിലവിൽ പൂട്ടിയേക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലെ കയറാൻ ഒരു വഴി ഉണ്ടായിരുന്നു. അതും അടച്ച്. ഇവിടെ കണ്ടോ, അതും അവരുടെ പ്രോപ്പർട്ടിയാണ്, അവരുടെ തന്നെ സ്ഥലമാണ്. അതും ഇതേപോലെ വെയിലേക്ക് കെട്ടി അടച്ചായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് അനുവാദം ഇല്ലാണ്ട് ആർക്കും പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് വരുന്നവർക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിന്നിട്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാനേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു ഭാഗത്താണ് മെയിൻ വ്യൂ പോയിൻ്റ്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ എയർപോർട്ട് കാര്യങ്ങൾ ഒക്കെ ഉള്ളത്. അപ്പോൾ അത് കാണണമെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം. ആ ഒരു ആളുണ്ടെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോൾ തുറന്നു തരുമായിരിക്കും. അതെന്താണെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ഇവിടെ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കും. ഇപ്പുറത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി നോക്കാം. കോട നൈസായിട്ട് വരുന്നുണ്ട്. അടിപൊളിയാട്ടോ. നമ്മൾ വന്ന വഴി ഫുള്ള് കോടയിൽ മൂടി. ഇവരും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പോലെ നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അവരിപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എൻ്റെ വീഡിയോ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അവർക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. അവർ ഈ പൂട്ടിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം ആണ് ഇതിൻ്റെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ എന്താ സംഭവം എന്ന്.
ഞാനിവിടെ കോൺടാക്ട് ചെയ്തിട്ടാണ് വന്നത് ഇവരോട്. ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ ഗേറ്റൊക്കെ തുറന്നു തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവർ ഉറക്കമായിരിക്കും. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. ഒരു മുതലാളി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരുന്നു തുറക്കും. ഇപ്പോൾ താഴ്ഭാഗം ഇപ്പോൾ മഴ പെയ്തപ്പോൾ താഴ്ഭാഗത്തെ വ്യൂ ഒക്കെ പോയിട്ടോ, മൊത്തം കോടയിൽ മുങ്ങി. ഇപ്പോൾ മൊത്തം കോടയാണ്. ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ കോടയായി. ഇതുണ്ടോ, ആ ഒരു ഭാഗം മൊത്തം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മൊത്തം കോടയിലായി. നമ്മുടെ മുതലാളിമാരിൽ ഒരാൾ വരുന്നുണ്ട്, കൊടയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിട്ടു. നമ്മൾ ചുമ്മാ വന്നതാണ്, വെറുതെ അവിടെ പെരിന്തമണ്ണയായിരുന്നു, അവിടെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ വന്ന് നിന്നിട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ച് വന്നത്. ഇവിടെ ആ ബിൽഡിങ് നമ്മളിതൊക്കെ ഓർമ്മയുണ്ടോ, നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. നൈസല്ലേ. ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ കോടയിൽ മൂടി കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്നാലാണ് അപ്പുറത്തോട്ട് നല്ല വ്യൂ ഉള്ളത്. പുള്ളിക്കാരൻ ഗേറ്റ് അടച്ചു. മൊത്തത്തിൽ ഇപ്പോൾ കോവിഡും കൊറോണേൻ്റെ സീനൊക്കെ ഉള്ളത് കൊണ്ട് വേറെ ആരെയും പുറത്തുനിന്നൊന്നും സന്ദർശകരെയൊന്നും കയറ്റുന്നൊന്നുമില്ല ഇപ്പോൾ മൊത്തത്തിൽ. എന്താ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ? ഇതാണ് അവസ്ഥ. നല്ല മഴ, നല്ല കാറ്റ്. ഇവിടെ താമസം അടിപൊളിയാ. താമസം നല്ല സൂപ്പർ അല്ലേ. രാത്രി നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വേറെ സന്ദർശകരൊന്നും കയറ്റുന്നില്ല. സന്ദർശനം നമ്മൾ കയറ്റാൻ പറ്റില്ലല്ലോ, കാരണം ഗവൺമെന്റിന്റെ അതിൻ്റെതായിട്ടുള്ളൊരു. ഇപ്പോൾ പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ക്ലോസ് ആണല്ലോ കൊറോണേൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുനിന്നൊന്നും ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റാത്തത്. ഒരുപാട് പേര് നമ്മളെ തെറി വിളിക്കുകയൊക്കെ ചെയ്തത് ഈ വീഡിയോ ഇറങ്ങിയ ടൈമിൽ. വീഡിയോ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അവർ ഫീസ് വെച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ഗ്രൂപ്പുകളിലും ട്രാവലിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളെ ഒരുപാട് പേര് തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യാവസ്ഥ ഞാൻ പലയിടത്തും നമ്മളോട് ചോദിച്ചവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം നടന്നതെന്ന്. കാരണം ഇവർ വിചാരിച്ചതിലും ആൾക്കാർ പെട്ടെന്ന് വരികയും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ്. അതുമല്ല ഇതൊരു മെഡിറ്റേഷൻ സെൻറ്റർ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഇവിടെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ രാത്രിയിലും വെളുപ്പിനെയും ഒക്കെ ആൾക്കാർ ഒരുപോലെ വരികയും ടെൻ്റ് അടിക്കാൻ വരികയും ഒച്ചയും വിളി ആകെ അലമ്പായപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴാണ് അവർ പെട്ടെന്ന് ഗേറ്റ് ക്ലോസ് ചെയ്യും, കയറാൻ ഫീസ് വെക്കുകയൊക്കെ ചെയ്തത്. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ലെവലിലേക്ക് എത്തിയപ്പോൾ ആൾക്കാർ കണ്ടമാനം വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഫീസ് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതെന്തായാലും പോട്ടെ, അത് നമുക്ക് വിടാം. പഴയ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയണ്ട. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തോട് മുന്നോട്ടുള്ള വ്യൂ കാണണോ? ഇതുണ്ടോ? ഇത് അന്ന് കണ്ടവർക്ക് മനസ്സിലാവും. അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതുപോലെ അവിടെ എയർപോർട്ട് നല്ല കിടിലം വ്യൂ ആയിട്ട് കാണാം. അവിടെ കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ റൺവേ കാണാം. അതുപോലെ അവിടെ ഫുള്ള് കോടയിൽ മൂടി കിടക്കുകയാണ്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ വേറെ ലെവൽ വ്യൂ ആണ്. ഇവിടെ നിന്ന് കണ്ടോ മൊത്തം മലയാണ്. അതുപോലെ ഈ സൈഡിൽ നിന്ന് കോട വരുന്നുണ്ട്. കോട മൂവ് ചെയ്ത് വരുന്നുണ്ട്. താഴെ കൃഷി സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. അടിപൊളിയാണ്. നമ്മളന്ന് ഇതിൻ്റെ താഴോട്ടൊക്കെ പോയിട്ട് ഇതൊക്കെ വേറെ സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് സെറ്റപ്പ് പോലെ ഒരു ഫോറസ്റ്റ് ആയിട്ട് തന്നെ അവിടെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഒരു പാറ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് ഈ സൈഡിൽ നിന്നുള്ള ലാൻഡിങ് ആണെങ്കിൽ ഫ്ലൈറ്റ് അവിടുന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചിട്ട് നമ്മുടെ ഈ മലേൻ്റെ ലെവലിൽ കൂടെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൂടാണ് ഇങ്ങനെ പോയിട്ട് അവിടെ പോയി ലാൻഡ് ചെയ്യുക. അപ്പോൾ നല്ല കിടിലം വ്യൂ ആയിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇന്നിപ്പോൾ വല്ല ലാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ കോടയൊക്കെ പോയിട്ട് മൊത്തത്തിലും തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗവും ഇവിടെ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴ്ഭാഗത്തൊക്കെ കാഴ്ച കണ്ടോ. നല്ല കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്യൂട്ടി ആയിട്ട് ഇവിടുത്തെ. നമ്മൾ ശരിക്കും ടെൻ്റ് അടിച്ച സ്ഥലം ഇവിടെ അല്ല, ഇതിൻ്റെ മുകളിലൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. കാരണം അവർ വേറെ വഴി കൂടെ ഒക്കെ കയറി വരും. നമ്മളല്ലേ ആൾക്കാർ, മലയാളികളല്ലേ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? ഇതുണ്ടോ? പൊളിയല്ലേ,
കണ്ടില്ലേ? അതുപോലെ ഏറ്റവും ടോപ്പിൽ ഇതേ അവിടെ കണ്ടോ, അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ വേറെ ഏതോ വഴിയൊക്കെ കയറി വരുന്നവരാന്ന് തോന്നുന്നു. നമുക്ക് അവിടെയും കൂടെ പോയിട്ടൊന്ന് വ്യൂ കണ്ടിട്ട് വരാം. നമ്മളിതേ കുറച്ച് ടോപ്പിലേക്ക് വന്നു. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇതുപോലത്തുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. നമുക്ക് ഓരോരോ സൈഡിലായിട്ട് ഈ ഓരോരോ വ്യൂ പോയിന്റിൽ വന്നു നിന്നാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. ഇതുണ്ടോ, സൂര്യൻ ദേ അവിടെ ഏകദേശം ഉദിച്ച് നിൽപ്പുണ്ട്. പക്ഷേ എല്ലാം മൂടി കെട്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഇവിടെയൊക്കെ രാവിലെ മിക്ക ദിവസവും നല്ല മഴയും കോടൊക്കെ തന്നെയാണ്. ഒന്നാമത് മഴേൻ്റെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളി വ്യൂ. ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയൊക്കെ അടിപൊളിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലെങ്ങാണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഇതിൻ്റെ മുകളിലാട്ടോ നമ്മൾ അന്ന് ടെൻ്റ് അടിച്ച് നിന്നത്. കണ്ട ഇവിടുന്ന് നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും മഴ ചാറാൻ തുടങ്ങി. മഴ ചാറിയാൽ പിന്നെ മൊത്തം കുടയിൽ മൂടും. എൻ്റെ കുട ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു പാറേൻ്റെ പുറത്താണ് വെച്ചത്, അതാണ് നോക്കുന്നത്. അപ്പോൾ വീണ്ടും ദേ കുട വന്ന് മൂടാൻ തുടങ്ങി. ഇതേ താഴ്ഭാഗം ഫുള്ളും മൂടി, ആ വ്യൂ ഒക്കെ പോയി. അതാണ് മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും കിടിലം വ്യൂ ആണ്. അത് നമ്മൾ അന്നത്തെ വീഡിയോയിലും കാണിച്ചു. അതുകൊണ്ടാണ് സംഭവം ക്ലിക്കായത്. നമ്മുടെ ആ വീഡിയോ അത്യാവശ്യം ക്ലിക്കായി. നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് തന്നെ നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് തന്നെ പോവാം. നമ്മൾ സ്ഥലം കാണാനായിട്ട് വന്നതൊന്നുമല്ല, വന്നപ്പോൾ വന്നാൽ പിന്നെ അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വെച്ചു. ദേ നമ്മൾ തിരിച്ച് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെ എത്തി. ദേ ഇപ്പോൾ താഴോട്ടുള്ള വ്യൂ ഉണ്ടോ, മൊത്തം കോടയിൽ മൂടി. ഇപ്പം നമുക്ക് ആകാശം ഏതാ താഴ്ഭാഗം ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടോ. ഇതാണ് മഴ പെയ്യുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ കോടയിലും മൂടും. നമുക്ക് ആ വ്യൂ പോവും. പക്ഷേ മഴ കഴിഞ്ഞിട്ട് ഈ കോട ഇങ്ങനെ മാറി ആ വ്യൂ അങ്ങോട്ട് തെളിയുമ്പോണ്ടല്ലോ, അടിപൊളിയാണ്. ഇതേ താഴ്ഭാഗത്തൊക്കെ കോട, ഇവിടം വരെ കോട എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ മുകളിലും വരുമായിരിക്കും. ഇതുണ്ടോ, ഫുള്ള് വൈറ്റായി, ഒന്നും കാണാനില്ല. ഇപ്പോൾ അടിപൊളിയല്ലേ? നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്ക് ഇതേ അവിടെ കട്ടൻ ചായ കിട്ടു വെച്ചിട്ടുണ്ട്, അത് പോയി കുടിക്കാം. ഞാനിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സിറ്റ് ഔട്ടിലാട്ടോ നിൽക്കുന്നത്. ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ കണ്ടോ, ഇതുണ്ടോ, എങ്ങനെയുണ്ട്? നമ്മൾ ഇതുപോലൊരു വീട് ഏതെങ്കിലും മലേൻ്റെ മുകളിൽ വെക്കണം, എന്നിട്ട് അവിടെ കുറച്ച് നാൾ താമസിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അടിപൊളിയല്ലേ? ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു കസേര ഇട്ടിട്ട് കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച കണ്ടോ, എജാതി ലെവൽ പൊളിയാൻ നോക്കിയേ. മഴ ദേ അവിടെയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ അങ്ങ് ദൂരെ നമുക്ക് മലകളൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയതുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മഴയത്ത് ഫുള്ള് കോടയിൽ മൂടും, എന്നിട്ട് മഴ മാറുമ്പോൾ ഇതുണ്ടോ ആ ഒരു ഭാഗം ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന, നമുക്ക് രണ്ട് സൈഡിലേക്ക് കോട ഇങ്ങനെ മൂവായിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. ഇപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് ആ രണ്ട് സൈഡിലെ കോട ഇങ്ങനെ വൈപ്പ് ചെയ്ത് മാറ്റുന്ന പോലെ മാറ്റി നമുക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച അവിടെ ഉണ്ടാക്കി തരികയാണ്. ഇത് എത്ര കണ്ടാലും മതി വരാത്ത അത്ര ബ്യൂട്ടി കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ 3-4 തവണയാണ് വരുന്നത്. ഇവിടെ വരും, ഈ കാഴ്ച കാണും, പിന്നെയും മഞ്ഞ് മൂടുമ്പോൾ തിരിച്ചു പോവും. ഇത് നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ ആ മഞ്ഞിങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡ് മാറി അവിടെ ഇങ്ങനെ ആ ഒരു ബ്യൂട്ടി ഉണ്ടോ, ആ ഒരു ഭാഗം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതിൻ്റെ കാഴ്ച. അതുപോലെ അവിടെയുണ്ട് എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗം, അവിടെ ഇങ്ങനെ അതേപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. അയ്യോ ഇത് വേറെ ലെവലാട്ടോ. അങ്ങോട്ട് നോക്ക്, പൊളിയെന്ന് വെച്ചാൽ എൻ്റെ ഈ ഭാഗം മൊത്തം മഞ്ഞിൽ മൂടി കിടക്കും. ഇനി ഇതും അങ്ങോട്ട് മൂവായി പോവായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ ബിൽഡിങ്ങിൻ്റെ ഉൾവശത്താട്ടോ. ഇവിടെ കണ്ടോ ഒരു പോണ്ട് പോലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ മഴ പെയ്യുമ്പോൾ കറക്റ്റ് ആ മഴവെള്ളം ഇതിനകത്തോട്ടാണ് വരുന്നത്. അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ, ഇവിടുത്തെ നമ്മൾ ക്യാമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ അതിലിതെല്ലാം കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇത് അവർക്ക് അന്നൊരു സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഭാവിയിൽ ഇത് ഒരു റിസോർട്ട് പോലൊരു സെറ്റപ്പൊക്കെ ആക്കി എടുക്കാൻ പ്ലാൻ ഉണ്ട്. നല്ല കിടിലം വ്യൂ ആണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും ഒരു ദിവസം വന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇവർ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ
ഈ കൊറോണൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും വരും വീഡിയോകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്കിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കാട്ടിലേക്ക് നമ്മൾ ട്രെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഇവരുടെ കൂടെ താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി, ആ പാറേൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കി. അതിൻ്റെ കുറച്ച് വിഷ്വൽ ഞാൻ കാണിച്ചു കേട്ടോ. ഞങ്ങൾ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെയാണ് താഴേക്ക് ഇറങ്ങി പോയത്. ഫുള്ള് കാട് തന്നെ, കാട് പിടിച്ച് കിടക്കുകയാണ്. താഴെ ഒരു പാറേൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. കാരണം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ വിഷ്വലൊക്കെ കറക്റ്റായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായി കേട്ടോ. 12 മണിക്കുള്ള ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്, ഒപ്പം നല്ല കോടയും. അടിപൊളി. ഇതുണ്ടോ ഫ്രണ്ടിലേക്ക് നോക്കി, ഉച്ച കേട്ടോ സമയം. അടിപൊളിയല്ലേ? ഇവിടെ മൊത്തം നടന്നിങ്ങനെ കാണാനുണ്ടല്ലോ. ഇപ്പോൾ ഈ മഴ ഉള്ളൊരു പ്രശ്നം, പക്ഷേ ചെറിയ മഴ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കോട അടിക്കുന്നത്. അടിപൊളി. ഈ ഒരു ഭാഗമൊക്കെ നോക്ക്, കണ്ടില്ലേ? അവിടെയൊക്കെ മൊത്തം ആ ടോപ്പ് ഭാഗമൊക്കെ മൊത്തം കോടയിൽ മൂടി കേട്ടോ. അടിപൊളി. ഇതേ താഴോട്ടുള്ള കാഴ്ച ഉണ്ടോ? അവിടെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, ഡീറ്റെയിൽസൊക്കെ പോയി. മൊത്തം കോടയിലാണിപ്പോൾ. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇപ്പോൾ കോട അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഉച്ച കഴിഞ്ഞിരിക്കുന്ന സമയത്തും കുറേ പേര് ഗേറ്റിൻ്റെ മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൂപ്പര് പോയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നാമത് കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലേസുകളിലൊന്നും ആൾക്കാരെ കയറ്റരുതെന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ നിർദ്ദേശം ഉള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ അവിടുന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, കാറും കൊണ്ടും ബൈക്കും കൊണ്ടൊക്കെയാണ് കയറി വരുന്നത്. സമയം 5:30 ആയിട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴാണ് ഒന്ന് ചോർന്നത്. ഈ ഭാഗം മൊത്തം കോടയിൽ മുങ്ങി കിടക്കരുത് ഇത്രയും നേരം. ഞാൻ കുറച്ച് നേരം നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ പെരും മഴ. ഇന്നലെ വരെ ഒരു മഴ, ഇത്ര മഴയൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇന്ന് പെരും മഴയായിരുന്നു. ഇപ്പോഴൊന്ന് കോടയൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ നിന്ന് വീണ്ടും കോടയൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, രാവിലെ മുതൽ ഇതെല്ലാം മുങ്ങി കിടക്കുകയായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പോഴാണ് ഇതൊന്ന് കാണുന്നത്. രാവിലെ നമ്മൾ കണ്ടിട്ട് പിന്നെ മൊത്തം കോടയായിരുന്നു. സമയം 6 മണിയായി കേട്ടോ. നമ്മളിത് തിരിച്ചിറങ്ങുകയാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇരുട്ടാവും. ഇപ്പോൾ ചെറുതായിട്ടൊന്നും മഴ ചോർന്നിട്ടുണ്ട്. വണ്ടി നമ്മൾ താഴെട്ടേക്ക്, അതുകൊണ്ട് ഇനിയിപ്പോൾ താഴോട്ട് നമ്മൾ തിരിച്ച് നടക്കണം. രാവിലെ വന്നപ്പോൾ തൊട്ട് ഇവിടെ കോടയാണ്, ഇപ്പോഴും അതേപോലെ കോടയും മൂടി കിടക്കുക. അപ്പം എന്നാലും നമുക്ക് താഴെ ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, പ്രശ്നമൊന്നുമില്ല. വണ്ടി വേണേൽ നമുക്ക് മേലേക്ക് കൊണ്ടുപോകായിരുന്നു. ഈ റോഡിനാണ് നമ്മൾ വന്നത്, മുസ്ലിയാരങ്ങാടിയിൽ നിന്ന്. അതായത് മഞ്ചേരി കോഴിക്കോട് റോട്ടിലുള്ള മുസ്ലിയാരങ്ങാടിയിൽ നിന്നാണ് നമ്മൾ വന്നത്. ഈ റൂട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മിനിയൂട്ടി ഭാഗത്തോട്ടൊക്കെ പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മിനിയൂട്ടി പോകാൻ കുറേ പേര് പറയുന്നുണ്ട്. മിനിയൂട്ടി ടോട്ടൽ നമ്മൾ റൈഡ് നടത്തിയതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് മറക്കാതെ കാണുക കേട്ടോ. അപ്പോൾ ശരി.